Good morning. Welcome back to our channel. Good morning, Fibin Maman. Good morning, Bara. Good morning, Bara. ഇത് വ്ലോഗാ. ഗുഡ് മോർണിംഗ് പറ. ഞങ്ങളിവിടെ ഇല്ലിക്കല്ല് വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ ചേട്ടനും കൂടെ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇല്ലിക്കല്ലിലാണ്. പെട്രോൾ കഴിഞ്ഞ വണ്ടിയുടെ 20 റേഞ്ചോടെ ഉള്ളു. ചേട്ടായി പെട്രോൾ കഴിഞ്ഞോ ചേട്ടായി? അതെ അതെ, പക്ഷെ കേരള മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യാം, ജീപ്പിന് വെയിറ്റ് ചെയ്യണം. ജീപ്പ് ഞങ്ങൾ ഇട്ടിട്ട് പോയി. നെക്സ്റ്റ് ജീപ്പ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അല്ലേ? ശരിക്കും നമ്മുടെ വണ്ടിക്ക് കയറ്റി വിടേണ്ടതായിരുന്നു. കയറുമെന്ന് എനിക്കറിയാം, കയറ്റി വിടേണ്ടതായിരുന്നു. ഞാൻ ബസ്സിൽ പിടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങളങ്ങനെ ഇല്ലിക്കല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചിരിക്കുന്നതെന്നുള്ളത് പറയില്ല, പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞങ്ങൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ലൈറ്റായിട്ട്. Guys, you look at the view. Oh my God. ഫിഞ്ചടേ, ഇഷ്ടപ്പെട്ടോ വ്യൂ? ഇഷ്ടപ്പെട്ടോ വ്യൂ? പിന്നെന്നോ കാശ് ഇതാണ് ഇല്ലിക്കല്ലിലോട്ട് പോകുന്നത്. ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, എന്നാലും ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇവിടെ വന്നതാണ്. ഒരു രസം, തണുപ്പൊക്കെ ആസ്വദിക്കാമല്ലോ. നാണം കിടത്താൻ ഇങ്ങനൊരു ആങ്ങളെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പൂർത്തിയായി. അത് എന്നെ കൂടെ കൊണ്ടുപോകും. വീഴരുത് കേട്ടോ. ലാസ്റ്റ് താഴോട്ട് മുഞ്ഞും കുത്തി വീഴുന്നു. നമ്മുടെ ഇല്ലിക്കല്ല്. ഇത് ഒന്ന് ഫ്രെയിമിൽ നിന്ന് മാറാവോ? കേട്ടോ, എൻ്റെ ചേട്ടൻ ആരോഗ്യമൊക്കെ ഉള്ളൊരു കയറി വരാവുള്ളൂ കേട്ടോ. പ്രായം അവരൊന്നും കയറി വന്നേക്ക്. ഫോട്ടോ എടുക്കുകയാണെ പറയണ്ടേ? എടോ കൈ കൊണ്ട് മാറ്റടോ. ഇപ്പൊ മഞ്ഞ് കാരണം കല്ല് മൂടി ഗൈസ്. ഷോ ഇതില്ലെങ്കിൽ സൈഡിൽ വെച്ച് പിടിക്കാടി എല്ലാ ഫോണിലും. അടുക്കത്ത് വേണമെന്നില്ലല്ലോ അല്ലേ? നടക്കത്തെ വേണമെന്നില്ലല്ലോ, സൈഡിൽ വെച്ച്. റീ ബർത്താണോ ബർത്തില്ലാത്ത റീ ആണോന്ന് എനിക്കറിയത്തില്ല. വരച്ചു വെച്ചിരിക്കണോ അകത്തല്ലോ? പിന്നെ പോയെ നല്ല തണുത്ത കാലാവസ്ഥ. പക്ഷെ കയറ്റം കയറുമ്പോഴത്തേക്ക് ഞാൻ വേർത്ത് പോയി. അപ്പുറമുള്ളമാർക്ക് ഒന്നും കാണത്തില്ലായിരിക്കും അല്ലേ?
നല്ലൊരു 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 അനുഭൂതിയാണ് തണുത്ത കാറ്റിരിക്കുന്നത്. പക്ഷെ അത്ര തണുപ്പൊന്നും പറയാനായിട്ടില്ല. ഏതൊരു ഫാക്ടറിയിൽ പോകാൻ വരുന്നുണ്ടോ? അജിമിയുടെ ഞാൻ എല്ലാ കൊല്ലം ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നു. അതെ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കല്ലിന്ന് ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുന്നില്ല. അത് ചേട്ടൻ പറയുന്നത് ഞാൻ എടുക്കും. പക്ഷെ അടുത്ത് ടയർഡായി, ആ ഒരു മൂഡ് പോയി നിൽക്കും. പ്രായത്തിന്റെ അസ്കിതകളൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങിയെന്നാണ് താഴെ പറഞ്ഞിരിക്കും. ഞങ്ങൾ അങ്ങനെ പോവാ. ഈ മനുഷ്യനെ കൊണ്ടൊരു സ്ഥലത്ത് പോകാൻ കൊള്ളത്തില്ല. പ്രായമായതിന്റെ എല്ലാ അസ്കിതകളുണ്ട്. കയറ്റം കയറാൻ പാട്, ഇറങ്ങാൻ പാട്. നിങ്ങൾ കണ്ടില്ല എന്തോ സംഭവിച്ചെന്ന്. കയറ്റം പോലും കയറാൻ വയ്യാതെ നടുവേദനയായിരുന്നുള്ള ഞാൻ വലിച്ചു മേലെ കയറ്റി. സൈഡ് മൊത്തം പ്രശ്നമാണ് കേസ്. മൊത്തം ചുമ്മാ ഒരുമാതിരി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞ് ചിരിക്കത്തില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഓരോ ആങ്ങളമാരെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു. ഞാൻ ചൂടാ. കാലാവസ്ഥ തണുപ്പാന്ന് പറഞ്ഞാലും കാലാവസ്ഥ തണുപ്പാന്ന് പറഞ്ഞാലും കാരണം ഞാൻ യങ്ങാ. അരെ യങ് പ്രായമുണ്ട് ഗൈസ്, പ്രായമുണ്ട് നല്ല പ്രായമുണ്ട്. പിന്നെ എന്ത് പറയാമെന്നാണല്ലോ, എന്ത് പറയാമെന്ന് പറയുന്ന കാര്യം നമ്മളൊന്നും പറയുന്നില്ല. വിശക്കുന്നുണ്ട്. രാവിലെ കഴിച്ച അപ്പം പിന്നെ ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ വിശക്കില്ല. അതെ, ഞങ്ങൾ ഉദ്ദേശിച്ച സമയം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം അത്ര തണുപ്പെന്ന് പറയാനുള്ള ക്ലൈമറ്റ് ഒന്നും ഇല്ല. തണുപ്പെന്ന് പറയുന്ന ക്ലൈമറ്റ് ഒന്നും ഇല്ല. തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെന്താ, കയറ്റം കയറി നല്ലതായിട്ട് വേർത്ത്. രണ്ട് സോഡകളും കുടിച്ചു. എങ്ങനെയുണ്ട് നേഴ്സുമാരൊക്കെ? എങ്ങനെയുണ്ട്? ഒന്ന് രണ്ടെണ്ണം എങ്ങനെയുണ്ട് മമ്മ നേഴ്സുമാരൊക്കെ? ഒന്ന് രണ്ടെണ്ണം കൊള്ളാമോ? അയ്യോ നല്ല സുഖാണ് ഗൈസ്. നോക്കൂ, വണ്ടിയിലാണ് ഞാൻ. വണ്ടിയിൽ ഗൈസ് ഞങ്ങളങ്ങനെ ഞങ്ങൾ ഇനി തെറിക്കുകയാണ് ഗൈസ്. എന്റെ ആങ്ങളെ തിരിച്ചു പോവാണ് പാരീസിന്. എന്റെ ആങ്ങളെ പാരീസിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എടുക്കാന്ന് ഓർത്താണ് ഞങ്ങൾ. എടുക്കാന്നല്ല, ഞങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോവാന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കുറച്ച് ലോങ് പോവാന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷെ ഒന്നും സമയം നടന്നില്ല. ചേട്ടായിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇനിയിപ്പോ എന്താ പറയാ. പക്ഷെ ഇന്നലെ പോണെങ്കിൽ നടക്കത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ മറ്റേ പേപ്പർ വർക്കിന് പറയാമെന്ന്. ചേട്ടാ ഭയങ്കര ബിസി ഷെഡ്യൂൾ. നിലവിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രീ എന്ന് പറയാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, ചേട്ടായി ഇനിയിപ്പോ നാളെ പോവാണ് ബാക്ക് ടു ബാംഗ്ലൂർ. ദെൻ എന്ന് പോവും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ചേട്ടായി പോവും, പാരീസിലേക്ക് പോവും. ചേട്ടായി ബിസിയാണ് ഇനി വന്ന്. ഇനിയിപ്പോ ഞങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വർഷങ്ങളെടുക്കും. ടാറ്റാ ഗൈസ്, ഒരു ടാറ്റ പറയൂ. ഞങ്ങളുടെ വ്ലോഗ് ഞങ്ങൾ അങ്ങനെ ഇവിടെ ചെയ്യാൻ. ബൈ.